വാർത്തകൾ വിശദമായി നോക്കാം. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന് വിട ചൊല്ലുകയാണ് കുടുംബവും നാടും. മൃതദേഹം വിളന്തറയിലെ വീട്ടിൽ എത്തിച്ചു. തുർക്കിയിൽ നിന്ന് അമ്മ സുജയും വീട്ടിലെത്തി. തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അധ്യാപകരും സഹപാഠികളും നാട്ടുകാരുമടക്കം നൂറുകണക്കിനു പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം വീട്ടുവളപ്പിലാണ് വൈകിട്ട് നടക്കുക. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, കണ്ണീരോടെ വിട നൽകുകയാണ് മിഥുന്റെ കുടുംബവും നാട്ടുകാരും. പൊതുദർശനം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സങ്കടക്കടലായി മാറിയിരിക്കുകയാണ് വിളന്തറയിലെ മിഥുന്റെ ആ ചെറിയ വീട്. അമ്മ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ് അമ്മ തുർക്കിയിലേക്ക് വീട്ടുജോലിക്കായി പോയത്. അവിടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് മകൻ്റെ ഈ ദാരുണമായ മരണവാർത്ത അമ്മ അറിയുന്നത്. ഇന്ന് രാവിലെയാണ് സുജ തുർക്കിയിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയത്. അവിടെ നിന്ന് പോലീസിൻ്റെ സംരക്ഷണയിൽ എത്രയും വേഗത്തിൽ മകനരികിലേക്ക് തൻ്റെ കൺമണിയെ അവസാനത്തെ ഒരു നോക്ക് കാണാനായി അമ്മ എത്തുകയായിരുന്നു. ഏതായാലും അവിടുത്തെ ഈ കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് അവിടെ കണ്ടു നിന്നവരെ സംബന്ധിച്ച് അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. എന്തു പറഞ്ഞവരെ ആശ്വസിപ്പിക്കുമെന്നവർക്ക് ബന്ധുക്കൾക്കും കൂടെ നിന്നവർക്കും അറിയില്ലായിരുന്നു. അത്രയ്ക്ക് സങ്കടത്തിലും ആണ് ആ അമ്മ ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും 2 മണിയോടുകൂടിയാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. രാവിലെ തേവലക്കര സ്കൂളിലായിരുന്നു. 11 മണിയോടുകൂടിയാണ് തേവലക്കര സ്കൂളിൽ പൊതുദർശനം തുടങ്ങിയത്. അവിടെ ഏതാണ്ട് 12:30 1 മണി വരെ അത് തുടർന്നു. അതിനുശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത് ഏതായാലും അല്പസമയം ഇനിയിപ്പോൾ 4 മണിക്കാണ് 5 മണി വരെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതുവരെയും മിഥുൻ അവൻ്റെ വീട്ടിൽ അവസാനമായി ഉണ്ടാകും. അവൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 9:30 മണി സാധാരണ പോലെ സ്കൂളിലേക്ക് പോയതാണ് മിഥുൻ. ഇന്ന് മിഥുൻ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് മിഥുൻ ആ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അന്ന് കളിച്ചു ചിരിച്ച് അച്ഛനോടൊപ്പം പോയ മിഥുനാണ്. വീട്ടുകാരോട് യാത്ര പറഞ്ഞ് പോയ മകനാണ് ഇന്നിപ്പോൾ ഒന്നും മിണ്ടാതെ നിശ്ചലനായി വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. അവൻ്റെ അവസാനത്തെ വരവാണ് വീട്ടിലേക്ക്. ഇനി മിഥുൻ ഉണ്ടാകില്ല. മിഥുൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല. മിഥുൻ ഇനി ആ സ്കൂളിലേക്കും പോകില്ല. അങ്ങനെ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു കാണാതെ സ്കൂളുകാരും അതുപോലെ തന്നെ KSEBയും ഒക്കെ കണ്ടില്ല എന്ന് നടിച്ച് അല്ലെങ്കിൽ പിന്നെ ആകട്ടെ എന്ന് വെച്ച് മാറ്റിവെച്ച ആ ഒരു വീഴ്ച അത് ഒരു കുരുന്നിൻ്റെ ജീവിതവും ആ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളും എല്ലാം തകർത്താണ് കഴിഞ്ഞ വ്യാഴാഴ്ച മിഥുൻ ആ ഷോക്കേറ്റ് മരിക്കുന്നത്. എന്തായാലും നമ്മൾ ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് മിഥുൻ്റെ അമ്മയാണ് സുജ ഇന്ന് രാവിലെയാണ് വീട്ടിലേക്ക് എത്തിയത്. അത്തരത്തിൽ എത്തിയത് പൊന്നോമനയെ കണ്ട് അമ്മ രാവിലെ വിമാനത്താവളത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ വളരെ വിഷമിപ്പിക്കുന്ന സങ്കടകരമായ രംഗങ്ങളാണ് അവിടെ ഉണ്ടായത്. ഇളയ മകനുണ്ടായിരുന്നു. ഇളയ മകനെ കെട്ടിപ്പിടിച്ചമ്മ കരയുകയായിരുന്നു. അമ്മയെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് വീട്ടിലേക്ക് കൂടി എത്തുമ്പോൾ അമ്മയും മിഥുനും ഒരുമിച്ചാണ് വീട്ടിലേക്ക് എത്തിയത്. അമ്മ തുർക്കിയിൽ നിന്നും മകൻ മോർച്ചറിയിൽ നിന്നും ആ വീട്ടിലേക്ക് എത്തുന്നത് ഒരുമിച്ചാണ്. അല്പസമയം മുമ്പാണ് സുജയും വീട്ടിലേക്ക് എത്തുന്നത്. ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയില്ല. എല്ലാവരും കണ്ടു നിൽക്കുന്നവരും എല്ലാം കരഞ്ഞ് തളർന്നു നിൽക്കുകയാണ്. രാവിലെ പെരുമഴയായിരുന്നു. ഇപ്പോഴും അവിടെ പെരുമഴ പെയ്യുന്നുണ്ട്. രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ നിന്ന് മിഥുൻ്റെ മൃതദേഹം തേവലക്കരയിലെ അവൻ പഠിച്ച ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിക്കുന്നത്. ആ എത്തിക്കുന്ന വഴിയിൽ ആ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തേവലക്കര സ്കൂളിലേക്കുള്ള വഴിയുടെ ഇരുവശവും നൂറുകണക്കിന് ആളുകളാണ് ആ മകനെ കാണാനായി കാത്തുനിന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ മിഥുൻ കേരളത്തിൻ്റെ മകനാണ്. അതെ, അങ്ങനെ തന്നെ മിഥുൻ കേരളത്തിൻ്റെ ഒന്നാകെ മകനാണെന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഈ ശാസ്താംകോട്ട മുതൽ തേവലക്കര സ്കൂളിലേക്കുള്ള യാത്രയും തേവലക്കര സ്കൂളിലെ പൊതുദർശനവും ഇപ്പോൾ തേവലക്കരയിൽ നിന്ന് മിഥുൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയും മിഥുൻ്റെ വീടും എല്ലാം അത് കാണിക്കുന്ന, അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്.
ആ വരുന്ന വഴിയിലൊക്കെ പ്രായമായവരുമൊക്കെ നിരവധി പേരാണ് മിഥുനെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നത്. എല്ലാവരും കണ്ട് വളരെ വൈകി, വളരെ സാവധാനമാണ് ആ വിലാപയാത്ര തേവലക്കര സ്കൂളിലേക്ക് എത്തുന്നത്. തേവലക്കര സ്കൂളിലേക്ക് മിഥുൻ അവസാനമായി എത്തുമ്പോൾ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മിഥുൻ അവസാനമായ സ്കൂളിലേക്ക് എത്തിയത്. അന്ന് ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ മിഥുന അപകടം സംഭവിച്ചു. അന്ന് മിഥുനെ അവിടെ നിന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മിഥുൻ ഒരു മടങ്ങിവരവുണ്ടായില്ല. അന്ന് കളിച്ച് ചിരിച്ച് മിഥുൻ ആ സ്കൂളിലേക്ക് വന്നു. ആ സ്കൂളിലേക്ക് പക്ഷേ ഇന്ന് മിഥുൻ എത്തിയത് നിശ്ചലനായാണ്. അവൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അടുത്ത്, അവനെ പഠിപ്പിച്ച അധ്യാപകരുണ്ടായിരുന്നു, അവനെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മുഖത്തൊന്നും പോലും മിഥുൻ നോക്കിയില്ല. മിഥുൻ അവരോട് മിണ്ടിയില്ല, മിഥുൻ അവരോട് ചിരിച്ചില്ല. അവൻ ഇനിയൊന്നും മിണ്ടാൻ കഴിയാത്ത, ഒരു ചിരിക്കാൻ കഴിയാത്ത, പഴയ കളിച്ചിരികളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. ആ വിയോഗം, അവിടെ ആ സ്കൂളിൽ നിന്ന് അവരെ കണ്ടു നിന്ന ആൾക്കാർ, അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്കൊന്നും താങ്ങാനാവുമായിരുന്നില്ല. പലരും ആ പെരുമഴയത്തും അവരുടെ കണ്ണുകളും തോർന്നില്ല. പെരുമഴ പോലെ നെഞ്ച് പലരുടെയും എല്ലാം, അവിടെ ആ മിഥുനെ കാണാനെത്തിയ ആളുകളുടെ എല്ലാം നെഞ്ചിലൊരു പെരുമഴ പെയ്ത്ത് തന്നെയായിരുന്നു. അവരുടെ കണ്ണുകളിൽ കണ്ണുനീരിൻ്റെ ഒരു ചാലുകളായിരുന്നു. എല്ലാവരും തന്നെ കരഞ്ഞ് ഉള്ളുലഞ്ഞ് ഉരുകിയാണ് എല്ലാ മനുഷ്യരും മിഥുനെ ഒരു നോക്ക് കണ്ടത്. നിറച്ച ആളുകൾ, ആയിരങ്ങളാണ്. ആ നാടൊന്നാകെ ഉണ്ടായിരുന്നു. ആ നാടിന് പുറത്തു നിന്നുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ആ സ്കൂളിലെത്തി. ഇപ്പോൾ അതിലും സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് മിഥുൻ്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ ഈ നമ്മൾ കാണുന്ന ആ ദൃശ്യങ്ങളിൽ തന്നെയുള്ളത്. അമ്മ, ആ കുടുംബം നമുക്ക് കാണാം. മിഥുൻ്റെ വീടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഒരു ചെറിയ വീട്, അതിനെ വീടെന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് പോലും നമുക്ക് സംശയമാണ്. ഒരു ചെറിയ ചായ്പാണ്. അത്രയും മോശമായൊരു ജീവിത സാഹചര്യത്തിൽ ജീവിച്ച അവിടെ നിന്ന് മക്കൾ, 2 മക്കളാണ്. മിഥുനും മിഥുൻ്റെ അനിയനുമുണ്ട്. ആ 2 മക്കളെയും പഠിപ്പിച്ച് വലിയ ആളുകളാക്കി ഈ പ്രാരാബ്ധങ്ങൾക്കിടയിൽ നിന്നും, ഈ ദുരിതങ്ങൾക്കിടയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടണം എന്നുള്ള ഒരു സ്വപ്നത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആഗ്രഹത്തിൻ്റെയും ഒക്കെ പുറത്താണ് സുജ തുർക്കിയിലേക്ക് അവിടെ വീട്ടുജോലിക്ക് വേണ്ടി പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റേതല്ലാത്ത കാരണം കൊണ്ട് മകനെ നഷ്ടപ്പെടുന്നത്. ഒരു പ്രതീക്ഷയാണ്, കുടുംബത്തിൻ്റെ വലിയ സ്വപ്നമാണ് മിഥുൻ പൊലിഞ്ഞതിലൂടെ ഇല്ലാതെയാകുന്നത്. അതെങ്ങനെ സഹിക്കും എന്നുള്ളതാണ്. എങ്ങനെ അവൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കും? അവൻ്റെ കഴിഞ്ഞ ദിവസം മുത്തശ്ശിയുമൊക്കെ കരയുന്നത് നമ്മൾ കണ്ടതാണ്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവിടെ നിന്ന് ആർക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞാണ് ആ മുത്തശ്ശി കരഞ്ഞത്. എൻ്റെ മിഥുനെ എനിക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞാണ് കരഞ്ഞത്. അങ്ങനെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ്. ആ തടാകത്തിനടുത്താണ്, ശാസ്താംകോട്ട തടാകത്തിനോട് ചേർന്നാണ് മിഥുൻ്റെ വീട്. ആ തടാകം ഇപ്പോൾ ഒരു കണ്ണീർ തടാകം പോലെ ആയിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും, അവിടെ മിഥുനെ കാണാൻ എത്തുന്ന ഒരാൾക്ക് പോലും ആ രംഗങ്ങളിൽ നിൽക്കുമ്പോൾ കരയാതിരിക്കാനാവില്ല. കാരണം ഒരു പിഞ്ചോമന, 13 വയസ്സാണ് അവനുള്ളത്. അവൻ്റെ ആഘോഷങ്ങളിലായിരുന്നു ജീവിതം. രാവിലെ കൂട്ടുകാർക്കൊപ്പം അവൻ കളിക്കുകയായിരുന്നു അവൻ്റെ സ്കൂൾ മുറ്റത്ത്. സാധാരണ നിലയിൽ അവൻ സ്കൂളിലേക്ക് പോകുന്നത് പോലെ പോയി ആ സ്കൂൾ മുറ്റത്ത് കൂട്ടുകാർക്കൊപ്പം കളിക്കുമ്പോഴാണ് ആ ചെരുപ്പ് ആ ഷെഡിന് മുകളിലേക്ക് പോകുന്നതും ആ ലൈൻ കമ്പിയുടെ രൂപത്തിൽ ആ ദുരന്തം മിഥുനെ തേടിയെത്തുന്നതും. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മരണം. രാവിലെയും ഒരുപക്ഷെ അന്ന് രാത്രിയുമൊക്കെ അമ്മ വിളിച്ചിട്ടുണ്ടാകാം, സംസാരിച്ചിട്ടുണ്ടാകാം മിഥുനോട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആ മകൻ ഇനിയില്ല എന്നുള്ള വാർത്ത ആ അമ്മ അറിയുമ്പോഴുണ്ടാകുന്നൊരു ദുഃഖം, ആ വീട്ടുകാരുടെ ദുഃഖമൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലാണ് പറയാൻ വേണ്ടി കഴിയുക. ഏതായാലും ഇനി അല്പസമയം കൂടിയാണ് മിഥുന വീട്ടിലുണ്ടാവുക. വൈകുന്നേരം 5 മണിയോടുകൂടി ആ വീട്ടുവളപ്പിൽ അന്ത്യ വിശ്രമത്തിനായി ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയ്ക്കായി മിഥുൻ പോവും. ശരി ആന്റണി, കണ്ണീർ കടലായിരിക്കുകയാണ് മിഥുൻ്റെ വീട്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന് വിട ചൊല്ലുകയാണ് കുടുംബവും ജന്മനാടും. മൃതദേഹം വിളന്തറയിലെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. തുർക്കിയിൽ നിന്ന് അമ്മ സുജയും വീട്ടിലെത്തിയിരിക്കുന്നു. തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അധ്യാപകരും സഹപാഠികളും നാട്ടുകാരും അടക്കം 100 കണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഇപ്പോഴും മിഥുൻ്റെ വീട്ടിൽ ആളുകൾ ഒഴുകിയെത്തുന്നൊരു കാഴ്ചയാണ്, സങ്കടക്കടലായി മാറുന്നൊരു കാഴ്ചയാണ് മിഥുൻ്റെ വീട്ടിൽ. അവസാനമായി മിഥുൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മകനരികിൽ വിങ്ങിപ്പൊട്ടുകയാണ് ആ അമ്മ.
ഉള്ളുലയുന്ന സങ്കട കാഴ്ചയാണ് മിഥുൻ്റെ വീട്ടിൽ കാണാൻ കഴിയുന്നത്. അവസാനമായി മിഥുനെ ഒരു നോക്ക് കാണാൻ കൂട്ടുകാരും സഹപാഠികളും കുടുംബാംഗങ്ങളൊക്കെ എത്തുന്നൊരു കാഴ്ചയാണ്.